സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 7, 8 എന്ന സ്മരിക്കേണ്ടത്. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവൽക്ഷേത്രപ്രാപ്തൗ കരമമപി തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ മേൽപ്പത്തൂര് ഭക്തി വർദ്ധിച്ചു തരണേ, അവിടുത്തെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി ഓരോ നിമിഷവും അനുനിമിഷം വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു കാരുണ്യം വർദ്ധിച്ച് ഭക്തി വർദ്ധിച്ചു വരാനുള്ള ഒരു കാരുണ്യം അവിടുന്ന്, അല്ലെങ്കിൽ അവിടുത്തെ കാരുണ്യം ഉണ്ടാവണേ, അല്ലെങ്കിൽ അവിടുത്തെ കാരുണ്യം കൊണ്ട് അടിയൻ്റെ മനസ്സിൽ ആ ഭക്തി, അവിടുത്തെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി ഓരോ നിമിഷവും വർദ്ധിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇവിടെ മേൽപ്പത്തൂര് ഒന്നും കൂടി കടന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ അത്? പഞ്ചേന്ദ്രിയങ്ങൾക്ക് അവിടുത്തെ ആ വപുസിൽ താല്പര്യം ഉണ്ടാവണേ, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഭജിക്കാനുള്ള ഭക്തിയും ആയുരാരോഗ്യ സൗഖ്യവും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അടിയൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റി എൻ്റെ 2 കാലിനും നിന്തിരിവടിയുടെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള ശക്തി ഉണ്ടാക്കിത്തരണേ. അതേപോലെ കയ്യിന് എന്താ കർമ്മം ചെയ്യാനുള്ള, അവിടുത്തെ പൂജ ചെയ്യുക, വേറൊന്നും ചെയ്യാൻ തോന്നരുത്. അവിടുത്തെ പൂജ ചെയ്യാനുള്ള ഒരു ശക്തി കയ്യിന് നൽകണേ. പിന്നെ കണ്ണിനാണെങ്കിലോ അവിടുത്തെ ആ സച്ചിദാനന്ദമയമായ ആ രൂപം എപ്പോഴും ഇങ്ങനെ കണ്ട് ആനന്ദക്കണ്ണീര് പൊഴിക്കാനുള്ള ഒരു ഭാഗ്യം അവിടുത്തെ അടിയൻ്റെ കണ്ണുകൾക്ക് നൽകണേ. പിന്നെ മൂക്കിനോ അവിടുത്തെ ആ വനമാല, തുളസിമാല എന്നിങ്ങനെ അവിടുന്ന് അണിഞ്ഞിട്ടുള്ളതായ ആ മാലകളുടെ പൂക്കളുടെയും ഗന്ധം എപ്പോഴും നുകരാനുള്ള ഒരു ഭാഗ്യം, ഒരു ശക്തി മൂക്കിന് നൽകണേ. പിന്നെ കാതിനോ പറയാനുണ്ടോ? ശ്രവണം തേ ചാരുചരിതേ അപി എന്നാണ് പറയണത്. അപ്പോൾ ശ്രവണമപി തേ ചാരുചരിതേ, അവിടുത്തെ കഥകൾ, അവിടുത്തെ കീർത്തനങ്ങൾ, അവിടുത്തെ നാമങ്ങളിങ്ങനെ എപ്പോഴും എൻ്റെ കാതുകളിൽ ആ ശ്രവണ ഇന്ദ്രിയങ്ങളിൽ വന്നിങ്ങനെ അലയടിക്കണം. അതിനുള്ള ശക്തി കാതുകൾക്ക് നൽകണേ. എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം പൊതുവെ മനസ്സിനും ശരീരത്തിനും എല്ലാ അവയവങ്ങൾക്കും, ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അവിടുത്തെ ഓരോ അംഗവും അടിയൻ്റെ ഓരോ അംഗങ്ങളെ കൊണ്ടും പൂജ ചെയ്ത് ആനന്ദത്തിൽ ആറാടാനും പൊതുവെ ഒരു ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാവാനുള്ള ഒരു ശക്തി അവിടുന്ന് അനുഗ്രഹിച്ചു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു അതിമനോഹരമായ ഒരു ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. ആ നളഗോപുരമണിഗ്രീവന്മാർക്ക് ഭഗവാൻ ശാപമോക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്തുതിയുണ്ട്. അനവധി ശ്ലോകങ്ങൾ അവർ സ്തുതിക്കുന്നുണ്ട്. അതിൽ ആ സ്തുതി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോഴാണ് അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകം വേദവ്യാസൻ അതിലിങ്ങനെ പകർന്ന് നൽകിയിട്ടുണ്ട്. എന്താ? വാണീഗുണാനുകഥനേ ശ്രവണോ കഥായാം ആസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിസ്ഥലാം ദർശനേസ്തു ഭവതനൂനാം. നളഗോപുരമണിഗ്രഹന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ആ സന്തോഷം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ നാരദ മഹർഷി ശപിക്കുകയാണെങ്കിലും അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി
അപ്പോൾ നാരദ മഹർഷിയോടും അവർക്ക് നന്ദിയുണ്ട്, ഭക്തിയുണ്ട്. ഇവിടുത്തെ ആ ഭഗവാനോടും എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവർ ആ സ്തുതി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഭഗവാനെ, ഞങ്ങൾക്ക് ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മനസ്സിന് അരുതാത്തത് തോന്നാനുള്ള ഒരു ഇടവരുത്തരുതേ. കാരണം ഞങ്ങൾ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അതിലെ വന്നതും നാരദ മഹർഷിയെ ഗൗനിക്കാണ്ട് ഞങ്ങൾ നൂൽബന്ധമില്ലാണ്ട് സ്നാനം ചെയ്യണമെന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അഹങ്കാരം കൊണ്ട് കുറച്ചൊരു അഹങ്കാരം വന്നു. ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷിയെ പോലും ഞങ്ങളത്ര ഗൗനിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിന് തോന്നി. ഇനിയെങ്കിലും അങ്ങനെയൊന്നും തോന്നാതിരിക്കണേ എന്ന് അവരാദ്യം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് സ്തുതിക്കണു. ഞങ്ങളെ ഓരോ അംഗോപാംഗങ്ങളും അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഉപാസിക്കാനുള്ള ഒരു ഭാഗ്യം അടിങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വാക്കും അവിടുത്തെ സ്തുതിക്കാനും അവിടുത്തെ ഗുണങ്ങൾ, അവിടുത്തെ കഥകൾ, അവിടുത്തെ മഹത്വങ്ങൾ പാടാനും പറയാനും ആക്കി തീർക്കണേ. അതേപോലെ തന്നെ കാതുകൾ അങ്ങയുടെ കഥകൾ കേൾക്കാൻ, അങ്ങേ പാട്ടുകൾ, അങ്ങയെക്കുറിച്ചുള്ള ഭക്തന്മാർ പാടുന്ന പാട്ടുകളും നാമങ്ങളും നാമസങ്കീർത്തനങ്ങളും കേൾക്കാൻ, അതേപോലെ കൈകൾ ക്ഷേത്രങ്ങൾ അടിച്ചു തളിക്കുക, പൂജാപാത്രങ്ങൾ തേച്ച് മിനുക്കുക, വൃത്തിയാക്കുക, അതേപോലെ അവിടുത്തെ ആ ശിരസ്സിലും കഴുത്തിലൊക്കെ അണിയാനുള്ള മാലകൾ കെട്ടുക, അതിനുവേണ്ടി മാത്രമേ അടിയങ്ങളുടെ കൈകൾ ഉപകരിക്കാവൂ. പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ തയ്യാറാക്കുക. അങ്ങനെതാ കൈകൾക്ക് അവിടുത്തെ ഈ വിധത്തിൽ ഉപാസിക്കാൻ സാധിക്കണേ. പിന്നെ മനസ്സ് എപ്പോഴും അവിടുത്തെ രൂപവും അവിടുത്തെ പാദങ്ങളും മാത്രം അടിയങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണേ. പിന്നെ ശിരസ്സോ അവിടുത്തെ പാതാരവിന്ദങ്ങളെ നമിക്കാൻ മാത്രം ശിരസ്സിന് സാധിക്കണേ. പിന്നെ ഭഗവാനെ അവിടുന്ന് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തെ നമിക്കാനും അടിയൻ്റെ ശിരസ് ഉപകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ കണ്ണുകൾ അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള രൂപങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഉപകരിക്കണം. ഇങ്ങനെ ഓരോ അംഗവും ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടി മാത്രം ആയിത്തീരണേ എന്നിങ്ങനെ നളഗോപുരമണിഗ്രഹന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കണ ഒരു ചിത്രം വേദവ്യാസൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതും ഇവിടെയും അതുതന്നെയാണ് മേൽപ്പത്തൂരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും അവിടുത്തെ സ്തുതിക്കാനും ഉപാസിക്കാനും കാല് കയ്യെ തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ, അതേപോലെ കണ്ണ് കാത് മൂക്ക് തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മുഴുവനും അവിടുത്തെ സ്തുതിക്കാനും സേവിക്കാനും പൂജിക്കാനുമുള്ള ഭാഗ്യം, ശക്തി, ഒരു ഉത്സാഹം, ഉണർവ് അവിടുന്ന് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. പിന്നെതാ അടുത്ത ശ്ലോകത്തിൽ അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപം എപ്പോഴും മനസ്സിലെങ്ങനെ അന്ധക്കരണത്തിൽ നിറഞ്ഞ് തുളുമ്പണേ, പ്രകാശിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കണു. പ്രഭൂതാദിവ്യാധിപ്രസവചലിതേ മാമകഹൃദേ ത്വദീയം തദ്രൂപം പരമരസസിദ്രൂപമുദിയാൽ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമവീടാ പരിഭവൻ. അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപം സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചില്ലേ, ആ സാന്ദ്രാനന്ദമയമായ അവിടുത്തെ ആ രൂപം ക്ലേശങ്ങളെക്കൊണ്ടും രോഗങ്ങളെക്കൊണ്ടും മനോദുഃഖങ്ങളെക്കൊണ്ടും ചഞ്ചലിച്ചു കൊണ്ടിരുന്ന ഇളകിവശായിട്ടുള്ള എൻ്റെ മനസ്സിൽ അവിടുത്തെ ആ സാന്ദ്രാനന്ദ സ്വരൂപം, അവബോധാത്മകമായ സ്വരൂപം എപ്പോഴും ആ വിഗ്രഹം തെളിഞ്ഞ് അങ്ങനെ നിറഞ്ഞു നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആ അവിടുത്തെ സച്ചിദാനന്ദ സ്വരൂപം, ജ്ഞാനസ്വരൂപം എപ്പോഴും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആർക്കാ ആനന്ദത്തിൽ ആറാടാനുള്ള ഭാഗ്യം ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ അവിടുത്തെ ആ സ്വരൂപത്തിൽ ആനന്ദമയമായിട്ടുള്ള ആ രൂപത്തിലിങ്ങനെ നിറഞ്ഞ് രസിച്ച് ആനന്ദക്കണ്ണീര് പൊഴിച്ചുകൊണ്ട്, ആനന്ദക്കണ്ണീരിങ്ങനെ ധാരധാരിയായി ഒഴുകിക്കൊണ്ട്
അങ്ങനെ ആ ആനന്ദത്തിലെങ്ങനെ മുങ്ങിപ്പൊങ്ങുമ്പോൾ അടിയൻ്റെ രോഗങ്ങളെയൊക്കെ മറന്നു പോകും, മറന്നു പോവുക തന്നെ ചെയ്യും. കാരണം അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള രൂപം ഇങ്ങനെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുമ്പോൾ രോഗങ്ങളെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാവുമോ. അപ്പം അങ്ങനെ അവിടുത്തെ ആ സാന്ദ്രാനന്ദമയമായ സ്വരൂപം, ജ്ഞാനസ്വരൂപം, ആ വപുസ് എപ്പോഴും അടിയൻ്റെ മനസ്സിലങ്ങനെ നിറഞ്ഞ് നിന്നുകൊണ്ട് അടിയൻ്റെ മനസ്സിനെ ആനന്ദ കണ്ണീരിലെങ്ങനെ ആറാടിക്കണേ. അങ്ങനെ അടിയൻ്റെ ആ ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും രോഗങ്ങളെയും മറക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ ഈ വാതരോഗത്തിനൊക്കെ ആയുർവേദ ചികിത്സ വിധിക്കാറുണ്ട്. ഇവിടെ മേൽപ്പത്തൂർ ഒരു ആയുർവേദ ചികിത്സ അത് ഒരു കൃഷ്ണമയമായിട്ട് ഭഗവത്മയമായിട്ട് ആ ഒരു സങ്കല്പത്തിൽ മേൽപ്പത്തൂർ കാണുകയാണ്. ഭഗവത് രൂപ രസായനം സേവിക്കുക, അതേപോലെ രോമാഞ്ച തൈലം പാദാദികേശം ആ ദേഹമാസയിലങ്ങനെ പുരട്ടുക, പിന്നെയോ ആനന്ദ കണ്ണീര് കൊണ്ട് ധാര കോരുക. ഇതേ ഉള്ളൂ അടിയൻ്റെ ഈ വാതരോഗത്തിന് ചികിത്സയായിട്ട് അടിയൻ നിശ്ചയിച്ചിട്ടുള്ള. വേറൊരു ചികിത്സയും അടിയൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പ അടിയൻ്റെ ഈ രോഗം മാറ്റിത്തരണേ, ക്ലേശം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഇനിതാ അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ആശ്രയിക്കുന്നവരുടെ അഭീഷ്ടങ്ങളൊക്കെ അവിടുന്ന് സാധിപ്പിച്ചു കൊടുക്കണു. അതേപോലെ തന്നെ അടിയൻ്റെ ഈ രോഗങ്ങളെയും ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും അവിടുന്ന് മാറ്റിത്തരണം. അല്ലെങ്കിൽ ആർക്കാ മോശം? അവിടത്തേക്ക് തന്നെയാണ് മോശം, എനിക്കല്ല എന്നിങ്ങനെ ഒരു സുഹൃത്തിനെ പോലെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് സംഭാഷണം നടത്തുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് നാളെ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.